നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ നിലവിലെ ചാമ്പ്യന്മാരെന്ന ഖ്യാതിയുമായി എത്തിയ പാകിസ്ഥാൻ ദയനീയ ഫോമിലാണ് കളിക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ച ആദ്യ രണ്ട് മത്സരങ്ങളിലും പരാജയം നേരിട്ടതോടെ ടൂർണമെന്റിൽ നിന്നും അവർ പുറത്തായി കഴിഞ്ഞു. ഇന്ത്യക്കെതിരെ ദുബായിൽ നടന്ന മത്സരത്തിൽ പരാജയം നേരിട്ടതോടെയാണ് പാകിസ്ഥാൻ സെമി കാണാതെ പുറത്തായത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇനി ഒരു മത്സരം കൂടിയാണ് പാകിസ്ഥാന് ഉള്ളത്. വ്യാഴാഴ്ച റാവൽപിണ്ടിയിലാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിലും പരാജയപ്പെടുകയാണെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി ചരിത്രത്തിലെ ഒരു വമ്പൻ നാണക്കേട് പാകിസ്ഥാന്റെ പേരിൽ ആകും. ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു പോയിന്റ് പോലും നേടാതെ പുറത്താകുന്ന ആദ്യത്തെ നിലവിലെ ചാമ്പ്യന്മാരായി പാകിസ്ഥാൻ മാറും. 2009 ചാമ്പ്യൻസ് ട്രോഫിയിൽ ജേതാക്കളായ ഓസ്ട്രേലിയ 2013 ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു മത്സരം പോലും ജയിക്കാതെയാണ് പുറത്തായത്. എന്നാൽ അന്ന് ഓസ്ട്രേലിയയുടെ ഒരു മത്സരം മഴയിൽ ഉപേക്ഷിച്ചതിനാൽ അവർക്ക് ഒരു പോയിന്റ് ലഭിച്ചിരുന്നു. ഇക്കുറി അതിലും വലിയൊരു നാണക്കേടിനരികിലാണ് പാകിസ്ഥാൻ ടീം ഉള്ളത്. ബംഗ്ലാദേശിനെതിരെ നടക്കുന്ന മത്സരത്തിൽ തോറ്റാൽ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു മത്സരം പോലും ജയിക്കാതെ പുറത്താകുന്ന രണ്ടാമത്തെ ആതിഥേയ ടീം എന്ന നാണക്കേടും പാകിസ്ഥാന് സ്വന്തമാകും. 2000 കെനിയയാണ് ഇത്തരത്തിൽ ഒരു നാണക്കേട് സ്വന്തമാക്കിയ ആദ്യ ടീം. അതേസമയം ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ സെമി കാണാതെ പുറത്തായതിന് പിന്നാലെ പാക് ക്രിക്കറ്റിൽ വലിയ പൊട്ടലും ചീറ്റലും ഒക്കെ ഉടലെടുത്തതായും സൂചനകളുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം പാക് ക്രിക്കറ്റിൽ വമ്പൻ അഴിച്ചുപണി നടക്കുമെന്ന കാര്യവും ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാക് നായകൻ മുഹമ്മദ് റിസ്വാനും പരിശീലകൻ ആഖിബ് ജാവേദും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സ്വന്തം ഇഷ്ടപ്രകാരം പരിശീലകൻ നടത്തിയ ചില നീക്കങ്ങളിൽ റിസ്വാന് താല്പര്യക്കുറവുണ്ടായിരുന്നതായും ഇതിനിടെ പുറത്തു വന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മൊത്തത്തിൽ പാകിസ്ഥാന് ക്രിക്കറ്റിനെ സംബന്ധിച്ച കഷ്ടകാലം കൂടിയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. വലിയ വെല്ലുവിളിയുമായി എത്തിയ ടീമായിരുന്നു പാകിസ്ഥാൻ. എന്നാൽ ഇന്ത്യയോടടക്കം പരാജയപ്പെടുകയായിരുന്നു. ഇന്ത്യക്കെതിരായ മത്സരത്തിൽ വ്യക്തമായ ലീഡ് തുടക്കത്തിൽ ലഭിച്ചിട്ടും പിന്നീട് അങ്ങോട്ട് അത് നിലനിർത്താൻ പാകിസ്ഥാന് സാധിക്കാതെ പോവുകയായിരുന്നു. ലോകോത്തര പേസ് നിരയുമായിട്ടാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഇറങ്ങിയത്. എന്നിട്ടും ഇന്ത്യയെ പിടിച്ചു കെട്ടാൻ പാകിസ്ഥാന് സാധിച്ചില്ല. എന്തായാലും കടുത്ത അതൃപ്തിയാണ് ഇപ്പോൾ ടീമിനുള്ളിലുള്ളത്. പാകിസ്ഥാൻ ആരാധകരും കടുത്ത നിരാശയിലാണ്. അതുപോലെ തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ വിമർശിക്കുകയുമാണ്. തങ്ങളുടെ നാട്ടിൽ വെച്ച് തന്നെ നാണം കെട്ട് തോറ്റു മടങ്ങുന്നതിനെതിരെ വലിയ രീതിയിലാണ് ആരാധകർ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും പാക് ക്രിക്കറ്റിന്റെ ഭാവി എന്താണെന്ന് ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം തന്നെ കണ്ടറിയാനാകുന്നതാണ്.